ഇസ്രയേലിനെ അനുകൂലിക്കുകയെന്നാൽ പൈശാചികതയ്ക്കൊപ്പം നിൽക്കലാണെന്ന പാളയം ഇമാം പി.വി. ഷുഹൈബ് മൗലവി. ശശി തരൂർ കൂടി പങ്കെടുത്ത ഈദ് പ്രാർത്ഥനയിലായിരുന്നു പാളയം ഇമാം നിലപാട് വ്യക്തമാക്കിയത്. പാളയം ഇമാം പറഞ്ഞ കാര്യങ്ങൾ വിശദമായി തന്നെ വിജിൻ വായന്തോട് വിവരങ്ങൾ പങ്കുവയ്ക്കും. വിജിൻ, പാലസ്തീനെതിരായി ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ കൃത്യമായ നിലപാട് വിശദീകരിച്ചുകൊണ്ടായിരുന്നു പാളയത്തെ ഈദ്ഗാഹിൽ പാളയം ഇമാം പി.വി. ഷുഹൈബ് മൗലവി കൃത്യമായ നിലപാട് വിശദീകരിച്ചത്. ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം അതിൽ ശശി തരൂർ കൂടി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. നീചമായ നീക്കമാണ് ഈ ഇസ്രയേലിനെ പിന്താങ്ങുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ നിലപാട് പറയുമ്പോൾ ക്രൂരമായി പാലസ്തീൻ ജനത അതിക്രമിക്കപ്പെടുമ്പോഴും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ രാഷ്ട്രീയം അത് തിരിച്ചറിയണമെന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പാളയം ഇമാം. മിനിറ്റുകൾ നേരം എടുത്ത് കൊണ്ട് നടത്തിയ ആ സന്ദേശത്തിൽ കൃത്യമായ നിലപാട് പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ഇമാം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂർ കൂടി ഈ പരിപാടിയിൽ മുന്നിൽ ഇരിക്കുമ്പോഴായിരുന്നു പാളയം ഇമാമിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ സന്ദേശത്തിലെ ഈ നിലപാട് പറച്ചിൽ എന്നുള്ളത് തന്നെയാണ്. നാം പലസ്തീൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കാനില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് എങ്ങനെയാണ് അവരെ ഇങ്ങനെയല്ലാതെ നമുക്ക് വിശ്വസിപ്പിക്കുവാൻ കഴിയുക? നേരത്തെ തന്നെ ശശി തരൂർ ഈ വിഷയത്തിൽ ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. അതിനുശേഷവും പലതവണ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ച കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ശശി തരൂരിനോട് സൂചിപ്പിച്ച ഘട്ടങ്ങളിൽ എല്ലാം ആ നിലപാട് തുടരാനുള്ള ഒരു ശ്രമം ആണ്. അത്തരം ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തി കൊണ്ട് ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയായിരുന്നു ശശി തരൂർ. ഇതിനെ കൂടി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ നിലപാടിനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് സന്ദേശമായിരുന്നു ഇന്ന് എന്തായാലും പാളയം ഇമാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുസ്ലിം ജനത ഒന്നാകെ ഇസ്രായേലിന് എതിരായി നിലപാട് സ്വീകരിക്കും. പാലസ്തീൻ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ ക്ഷമിച്ചിട്ടുള്ള ഒരു രാജ്യം പാലസ്തീനാണ്. അവരെ നിരന്തരമായി ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഒപ്പം തന്നെ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ ഭീകരമായ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് കൂടെ നിൽക്കുക എന്നത് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് എന്ന കാര്യം കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നു പാളയം ഇമാം.